प्यारे बच्चों, आदाब। +1 उर्दू के नए क्लास में आज हम एक नया सबक शुरू करेंगे। सबक का नाम है मेरी ख्वाहिश है। ये एक आप बीती का हिस्सा है। अपनी जिंदगी का हाल बयान करने को आप बीती कहते हैं। महात्मा गांधी की तलाशे हक, जवाहरलाल नेहरू की आज़ादी की ओर, एपीजे अब्दुल कलाम की परवाज़े आतिश, जोश मलिहाबादी की यादों की बारात, सचिन तेंदुलकर की प्लेइंग इट माई वे वगैरह मशहूर आप बीतियां हैं। നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മേരി ഖ്വാഹിഷ് ഹേ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പാഠമാണ്. ഇതൊരു ആത്മകഥയുടെ ഭാഗമാണ്. ആത്മകഥക്ക് ഉറുദുവിൽ ആപ് ബീത്തി എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ടുവേർഡ്സ് ഫ്രീഡം, അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ അഗ്നിച്ചിറകുകൾ, ജോഷ് മലിഹാബാദിയുടെ യാദോं की बारात, സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നിവ വളരെ പ്രശസ്തമായ ആത്മകഥകളാണ്. हमारा ये सबक मशहूर मलयालम शायर कुंजुण्णी माश की आप बीती എന്നിലൂടെ का एक छोटा हिस्सा है. हम सब जानते हैं कि कुंजुण्णी कविताകൾ नाम की उनकी छोटी छोटी नज़में बहुत मशहूर है. उनकी किसी नज़्म आपको याद है? हाँ, राइट. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും, വായിച്ചു വളർന്നാൽ വിളയും. और हाँ, നന്നായാൽ, എന്താണ്, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ओके, अब हम देखेंगे कि कुंजुण्णी माश अपनी आप बीती എന്നിലൂടെ के इस हिस्से में क्या क्या कहते हैं. എന്നിലൂടെ എന്ന ആത്മകഥയുടെ ഭാഗമായ നമ്മുടെ ഈ പാഠഭാഗത്ത് കുഞ്ഞുണ്ണി മാഷ് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. മേരി ख्वाहिश है. रिटायर होते ही एक आरज़ू मुझे गुदगुदाती रही कि मैं केरला के सारे प्राइमरी, अपर प्राइमरी और हाई स्कूलों का दौरा करूं. रिटायर होते ही एक आरज़ू मुझे गुदगुदाती रही. റിട്ടയർ ചെയ്ത ഉടനെ, അതായത് ജോലിയിൽ നിന്ന് വിരമിച്ച ഉടനെ, एक आरज़ू मुझे गुदगुदाती रही, ഒരു ആഗ്രഹം എന്നെ വല്ലാതെ, ഗുദ്ഗുദാന का माना है, एक्चुअल माना है എന്താണ്, ഇക്കിളിപ്പെടുത്തുക എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ആർസു ഗുദ്ഗുദാന എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം വലിയ താല്പര്യമായി വളർന്നു, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നെ അലോസരപ്പെടുത്തി എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം ഉണ്ടായി എന്നർത്ഥം. रिटायर होते ही एक आरज़ू मुझे गुदगुदाती रही कि मैं केरला के सारे प्राइमरी, अपर प्राइमरी और हाई स्कूलों का दौरा करूं. എന്താണ് ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായത്? കേരള के सारे प्राइमरी, अपर प्राइमरी और हाई स्कूलों का, കേരളത്തിലെ മുഴുവൻ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂളുകൾ. ഒരുപക്ഷെ അദ്ദേഹം ഇത് എഴുതുന്ന കാലത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാതിരുന്നുകൊണ്ടാവാം ഹയർ സെക്കൻഡറി എന്ന് പ്രത്യേകം പറയാതിരുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും എന്നർത്ഥം. ഹൈസ്കൂളൊക്കെ ദൗറ കറും. ദൗറ കർണ യാത്ര ചെയ്യുക, സന്ദർശനം നടത്തുക. മുഴുവൻ സ്കൂളുകളിലേക്കും
സന്ദർശനം നടത്തുക എന്നതാണ് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത ശേഷം ഉണ്ടായ വലിയൊരു ആഗ്രഹം. हर एक स्कूल की हर एक जमात में जाकर एक एक मुनासिब नज्म सुनाऊं और थोड़ी देर बच्चों से तबादले ख्याल करूं. हर एक स्कूल की हर एक जमात में ഓരോ സ്കൂളിലെയും ഓരോ ക്ലാസ്സിൽ ജമാഅത്ത് ക്ലാസ് ഓരോ ക്ലാസ്സിലും ജാക്കർ പോയിട്ട് ഏക് മുനാസിബ് നസ്മ് സുനാവും ഒരു ഉചിതമായ അനുയോജ്യമായ ഒരു പദ്യം ഒരു കവിത കേൾപ്പിക്കുക കുട്ടികളെ കേൾപ്പിക്കുക നസ്മ് കവിത സുനാവും ഔർ थोड़ी देर बच्चों से കുറച്ച് സമയം കുട്ടികളുമായി തബാദിലെ ഖയാൽ കറും ആശയവിനിമയം നടത്തണം. തബാദിലെ ഖയാൽ ആശയവിനിമയം. सबके लिए हर एक क्लास में ज्यादा से ज्यादा 5-5 मिनट സർഫ് करूं. എല്ലാറ്റിനും കൂടി सबके लिए हर एक क्लास में ഓരോ ക്ലാസ്സിലും ज्यादा से ज्यादा കൂടിയാൽ 5-5 मिनट സർഫ് करूं 5 മിനിറ്റ് വീതം ചെലവഴിക്കണം. सर्फ करना ചെലവഴിക്കുക. इस तरह उस स्कूल की सब क्लासों के दौरे खत्म करके हेडमास्टर से 2-1 बातें करूं. इप्रकारम इस तरह उस स्कूल के सब क्लासों के दौरे खत्म करें ആ സ്കൂളിലെ മുഴുവൻ ക്ലാസ്സുകളിലെയും സന്ദർശനം കഴിഞ്ഞിട്ട് हेडमास्टर से 2-1 बातें करूं ഹെഡ്മാസ്റ്ററുമായിട്ട് 1-2 കാര്യങ്ങൾ സംസാരിക്കണം. फिर अगले स्कूल का पता दरियाफ्त करके उसका रुख करूं. പിന്നീട് അടുത്ത സ്കൂളിന്റെ മേൽവിലാസം അന്വേഷിച്ചുകൊണ്ട് അഡ്രസ് അന്വേഷിച്ചുകൊണ്ട് പത്ത അഡ്രസ്സാണ് ദരിയാഫ്ത് കർണ അന്വേഷിക്കുക. फिर अगले स्कूल का पता दरियाफ्त करके उसका रुख करूं അങ്ങോട്ടേക്ക് തിരിക്കണം. हर रोज शाम 4 बजे जब जिस स्कूल की जियारत ख़त्म होती है तो उस स्कूल के किसी उस्ताद या तालिबे इल्म के घर पर ठहर जाऊं. हर रोज शाम 4 बजे എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം 4 മണിയാവുമ്പോൾ ജിസ് സ്കൂൾ കി സിയാറത്ത് ഖത്തം ഹോത്തി ഹെ ഏത് സ്കൂളിന്റെ സന്ദർശനമാണോ അവസാനിക്കുന്നത്. സിയാറത്ത് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം തീർത്ഥയാത്ര എന്നാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ അഭിപ്രായത്തിൽ വിദ്യാലയങ്ങൾ ഏറ്റവും വലിയ പുണ്യ സ്ഥലങ്ങളാണല്ലോ, അതുകൊണ്ടാണ് സിയാറത്ത് എന്ന് പറയുന്നത്, തീർത്ഥയാത്ര എന്ന് പറയുന്നത്. तो हर रोज शाम 4 बजे जब जिस स्कूल की जियारत खत्म होती है ഏത് സ്കൂളിന്റെ സന്ദർശനമാണോ അവസാനിക്കുന്നത് 4 മണിക്ക് तो उस स्कूल के किसी उस्ताद या तालिबे इल्म के घर पर ठहर जाऊं ആ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകന്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെയോ താലിബെ ഇൽമ് വിദ്യാർത്ഥി താലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്ന് തന്നെയാണ് അർത്ഥം. ഘർ പർ ടെഹർ ജാവും വീട്ടിൽ താമസിക്കണം. दूसरे रोज सुबह 10 बजे करीब के किसी स्कूल में पहुंच जाऊं. അടുത്ത ദിവസം दूसरे रोज അടുത്ത ദിവസം രാവിലെ 10 बजे 10 മണിക്ക് കരീബ് കെ കിസി സ്കൂൾ മേ പहुंच जाऊं അടുത്തുള്ള ഏതെങ്കിലും കരീബ് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ എത്തണം. इसकी शुरुआत शिमाली केरला की सरहद के स्कूल से होनी चाहिए. ഇതിന്റെ തുടക്കം ഇതിന്റെ ആരംഭം ശുരുവാത്ത് ഷിമാലി കേരള കെ നോർത്തേൺ കേരള വടക്കേ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഷിമാലി കേരള കി സർഹദ് കെ അതിർത്തിയിലുള്ള സർഹദ് കെ സ്കൂൾ സെ ഹോനി ചാഹിയെ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന്റെ തുടക്കം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വടക്കേ അതിരിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ആരംഭിക്കണം എന്നാണ്. इसका अंजाम ജുനൂബി കേരള കി സർഹദ് കെ ആഖിരി സ്കൂൾ पर होना चाहिए. അതേപോലെ ഇതിന്റെ പര്യവസാനം അഞ്ചാം ജുനൂബി കേരള കി തെക്കൻ കേരളത്തിന്റെ അതിരിലുള്ള അല്ലെങ്കിൽ തെക്കേ അറ്റത്തുള്ള ആഖിരി സ്കൂൾ पर होना चाहिए അവസാനത്തെ സ്കൂളിലായിരിക്കണം ഇതിന്റെ ഈ യാത്രയുടെ പര്യവസാനം. इसके लिए अगर शोबे तालीमात की इजाजत दरकार हो तो वो भी हासिल करनी चाहिए. इसके लिए ഇതിനു വേണ്ടി अगर शोबे तालीमात की इजाजत दरकार हो तो शोबे तालीमात शोबे तालीम
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ വകുപ്പ് അല്ലെ, സ്കൂളുകളിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി തേടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇജാസത്ത് ദർക്കാർ ഹോത്തോ, അനുമതി ആവശ്യമാണെങ്കിൽ വോ ഭി ഹാസിൽ കർണി ചാഹിയെ, അതും എന്ത് ചെയ്യണം, നേടേണ്ടതുണ്ട്. इसके लिए अगर शोबे तालीमात की इजाजत दरकार हो तो वो भी हासिल करनी चाहिए. ഈ യാത്രയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി വേണമെങ്കിൽ അതും നേടേണ്ടതുണ്ട്. ജഹാൻ തക് ഹോ സകെ സയാഹത്ത് പാ പയാദാ ഹോ, കഴിയാവുന്നിടത്തോളം ഈ യാത്ര, സയാഹത്ത് യാത്ര, പാ പയാദാ ഹോ കാൽനടയായിട്ട് ആയിരിക്കണം. പാ പയാദ കാൽനടയായിട്ട്. അഗർ നാ ഗുസേർ ഹോ തോ സഫർ ബസ് സെ ഭി ഹോ. ഇനി വലിയ പ്രയാസമൊക്കെ, ഒരുപാട് ദൂരം, ഒരു സ്കൂളും മറ്റൊരു സ്കൂളും തമ്മിൽ വലിയ ദൂരമാണെങ്കിൽ അല്ലേ, അപ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അഗർ നാ ഗുസേർ ഹോ തോ സഫർ ബസ് സെ ഭി ഹോ, അങ്ങനെയാണെങ്കിൽ ബസ്സിലും യാത്രയാവാം. इसी सूरत में हम तमाम जगहों को देख सकते हैं और तमाम मकानों और मकीनों को भी देख सकते हैं. ഈ രീതിയിൽ ഇസി സൂറത്ത് മേ ഹം തമാം ജഗഹോക്കോ, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങൾ കാണുവാനും അതേപോലെ തമാം മക്കാനോം അവർ മക്കീനോ, മുഴുവൻ വീടുകളെയും വീട്ടുകാരെയും കാണുവാനും സാധിക്കുന്നു. മക്കാൻ വീട്, മക്കീൻ വീട്ടുകാർ. ഇസ് സഫർ കെ ലിയേ കോയി ഖാസ് വഖ്ത് മുഅയ്യൻ ന ഹോ, ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം നിശ്ചയിക്കപ്പെടുന്നില്ല. അത് ആരംഭിച്ചിട്ട് അങ്ങനെ അങ്ങ് തുടരുകയാണ് ചെയ്യുക. ഒരു എപ്പം അവസാനിക്കണം എന്നുള്ളത് ഒരു കൃത്യമായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഈ സഫർ കെ ലിയേ കോയി ഖാസ് വഖ്ത് മുഅയ്യൻ നഹോ, മുഅയ്യൻ കാരണം നിശ്ചയിക്കുക, മുഅയ്യൻ നഹോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ജബ് ചാഹെ ഖത്തം ഹോ, എപ്പോൾ വേണമെങ്കിലും ആ യാത്ര അവസാനിക്കാം. അഗർ ഇസ്സെ പെഹലെ മേ ഖത്തം ഹോ ജാഊ തോ ഖത്തം ഹോനെ ദോ, ഇനിയൊരു പക്ഷേ ഇതിനു മുമ്പ്, ഈ യാത്രയ്ക്ക് മുമ്പേ ഞാൻ അവസാനിക്കുകയാണെങ്കിൽ മേ ഖത്തം ഹോ ജാഊ തോ ഖത്തം ഹോനെ ദോ, അങ്ങനെ അവസാനിച്ചോട്ടെ. എന്താണ് പറയുന്നത്? കുഞ്ഞുണ്ണി മാഷ് പറയാണ്, ഈ ഒരു യാത്ര എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, കേരളം മുഴുവൻ അല്ലെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങൾ സന്ദർശിക്കുക. ഈ യാത്രക്കിടയിൽ ഒരുപക്ഷെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഐസാ ഹുവ തോ മേരെ ലിയേ ഖുഷി കാ ബാസ് ഹോഗ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഖുഷി കാ ബാസ് ഹോഗ, വലിയ സന്തോഷത്തിന് കാരണമാകും. രാസ്തേ മേ ഗിർകർ മർന യേ മേരി ബഡി ഖ്വാഹിഷ് ഹേ, ഇപ്രകാരം വഴിയിൽ വീണ് മരിക്കുക എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. ഖ്വാഹിഷ് ആഗ്രഹമാണ്. ഗാഡി സെ ടക്രാക്കർ മർന യേ ശർം കി ബാത്ത് ഹേ, വണ്ടി ഇടിച്ചു മരിക്കുക, വഴിയിൽ വീണ് മരിക്കുക എന്നത് വലിയ ആഗ്രഹമാണെങ്കിലും വണ്ടി ഇടിച്ചു മരിക്കുക എന്ന് പറയുന്നത് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഗാഡി സെ ടക്രാക്കർ മർന യേ ബഡി ശർം കി ബാത്ത് ഹേ, ശർം കി ബാത്ത് നാണക്കേടുണ്ടാക്കുന്ന കാര്യം. സിർഫ് മേരെ ലിയേ നഹി ബൽക്കെ പൂരെ ദേശ് കെ ലിയേ, എനിക്ക് മാത്രമല്ല നാടിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് എന്ത്, ഞാൻ ഒരു വണ്ടി ഇടിച്ച് ഒരു ആക്സിഡന്റിൽ മരണമടയുക എന്നുള്ളത്. മേരി ഖ്വാഹിഷ് യേ ഹേ കെ मैं नर्सरी प्राइमरी हाई स्कूल की तालीम, तरीक़ेकार तदरीस और तलबा की ज़िंदगी के बारे में जहाँ तक हो सके अपने ख़यालात ज़ाहिर करूँ. मेरी ख्वाहिश ये है, എൻ്റെ ആഗ്രഹം ഇതാണ്, കെ മേ നഴ്സറി പ്രൈമറി ഹൈസ്കൂൾ കി താലീം, നഴ്സറി പ്രൈമറി ഹൈസ്കൂളുകളിലെ താലീം വിദ്യാഭ്യാസം, തരീഖേകാറെ തദ്രീസ് അധ്യാപന രീതികൾ, തരീഖ രീതി, തദ്രീസ് അധ്യാപനം. അപ്പോൾ നഴ്സറി പ്രൈമറി ഹൈസ്കൂളുകളിലെ വിദ്യാഭ്യാസം, അവിടുത്തെ തരീഖേകാറെ തദ്രീസ് അധ്യാപന രീതികൾ, അവർ തൊലബാക്കി ജിന്ദഗി കെ ബാരമേ അതുപോലെ വിദ്യാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ചും, ജഹാൻ തക് ഹോ സക്കെ അപ്നെ ഖയാലാത്ത് സാഹിർ കറും, കഴിയാവുന്നിടത്തോളം എൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കണം. അതായത് ഈ സ്കൂളുകളിലൊക്കെ സന്ദർശനം നടത്തി ഈ സ്കൂളുകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അധ്യാപന രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ തൻ്റെ ചിന്തകൾ പങ്കുവെക്കണം എന്നാണ് ആഗ്രഹം. एक और ख्वाहिश ये भी है
कि मलयालियों की पुरानी कदरों और रीति रिवाजों की लोगों में जहां तक हो सके इशाअत करूं. एक और ख्वाहिश ये भी है, മറ്റൊരു ആഗ്രഹം ഇതുകൂടിയുണ്ട്. എന്താണ്? कि മലയാളിयों की पुरानी कदरों और रीति रिवाजों की, മലയാളികളുടെ പഴയ മൂല്യങ്ങൾ, ഖദർ മൂല്യങ്ങളാണ്, പഴയ മൂല്യങ്ങൾ, പുരാനി ഖദ്രോം और रीति रिवाजों की ജീവിത രീതികൾ, സമ്പ്രദായങ്ങൾ, रीति रिवाजों की लोगों में जहां तक हो सके इशाअत करूं, കഴിയാവുന്നിടത്തോളം ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തണം. അത് മലയാളിയുടെ പഴയകാല മൂല്യങ്ങളെക്കുറിച്ചും പഴയകാലത്തുള്ള നന്മകൾ നിറഞ്ഞ ജീവിത രീതികളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരണം നടത്താൻ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ കുഞ്ഞുണ്ണി മാഷ്ക്ക് ആഗ്രഹമുണ്ട്. मलयालियों में उमूमन दिखाई देने वाली एक हमाकत ये है कि आलीशान घर की तामीर की तमन्ना. മലയാളിയോ മേ ഉമൂമൻ ദിഖായി ദേനെ വാലി ഏക് ഹമാക്കത്ത്, മലയാളിക്കിടയിൽ പൊതുവെ സാധാരണയായി പൊതുവെ കാണപ്പെടുന്ന ഒരു വലിയ വിഡ്ഢിത്തം, ഹമാക്കത്ത് എന്ന് പറയുന്നത് വിഡ്ഢിത്തം എന്നാണ്. മലയാളിയോ മേ ഉമൂമൻ ദിഖായി ദേനെ വാലി ഏക് ഹമാക്കത്ത് യേ ഹേ, പൊതുവെ മലയാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു വലിയ വിഡ്ഢിത്തം, അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ कि ആലിഷാൻ ഘർ കി താമീർ കി തമന്ന, വലിയ ബംഗ്ലാവ് പോലെയുള്ള വലിയ വീടുകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹം. താമീർ ഉണ്ടാക്കുക, തമന്ന ആഗ്രഹം. അപ്പോൾ വലിയ കൊട്ടാരം പോലെയുള്ള ബംഗ്ലാവ് പോലെയുള്ള വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മലയാളികളുടെ വലിയൊരു വിഡ്ഢിത്തമായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് കാണുന്നത്. ഇസ് തരഹ കി ഹമാക്കത്ത് സെ ഹോനെ വാലെ നുക്സാനാത് സെ ലോഗോं को മുത്തനബ്ബ കർണ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ കാരണം സംഭവിക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. इस तरह की हमाकत से होने वाले नुकसानात, नष्टंगल, नुकसानात से लोगों को मुत्तनब्बा करना, അവരെ ബോധവൽക്കരിക്കുക, മുത്തനബ്ബ करना. नीज सारफियत कल्चर के गुलाम होने की मजरत से भी उनको बाखबर करना. ഓൾസോ നീസ്, മറ്റൊന്നുകൂടി എന്താണ് അതോടൊപ്പം തന്നെ സാരിഫിയത്ത് കൾച്ചർ, കൺസ്യൂമറിസം, സാരിഫിയത്ത് കൾച്ചർ കെ ഗുലാം ഹോനെ കി മസറത്ത് സെ, ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമകളാകുന്നതിൻ്റെ, ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇരകളാകുന്നതിൻ്റെ, ഗുലാം എന്ന വാക്കിൻ്റെ അർത്ഥം അടിമ എന്നാണ്. ഇവിടെ എന്താണ്, നമുക്ക് ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇരകൾ എന്ന അർത്ഥത്തിൽ എടുക്കാം. അപ്പോൾ സാരിഫിയത്ത് കൾച്ചർ കെ ഗുലാം ഹോനെ കി മസറത്ത് സെ, അതിൻ്റെ ഡാമേജുകൾ, അതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, സാരിഫിയത്ത് കൾച്ചർ കെ ഗുലാം ഹോനെ കി മസറത്ത് സെ ഭി ഉൻകോ ബാഖബർ കർണ. അപ്പോൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇരകളാകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുക, ബാഖബർ കർണ. സാരിഫിയത്ത് കൾച്ചർ, കൺസ്യൂമറിസം അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം, കുഞ്ഞുണ്ണി മാഷ് ഇത് വളരെ പ്രാധാന്യത്തോടെ പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്, ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ കൺസ്യൂമറിസം അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം എന്നുള്ളത്? എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് സാധാരണ നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടി നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ പണം ദുർവ്യയം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഉപഭോഗ സംസ്കാരം, കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും അതിനെക്കുറിച്ച് നമ്മൾ അത്ര ബോധവാന്മാരല്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മൾ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഒരുപക്ഷെ പരസ്യങ്ങളായിരിക്കും, അല്ലേ? നമ്മൾ കാണാം, നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലായാലും പത്ര മാധ്യമങ്ങളിലൊക്കെ ആയാലും ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ഈ വലിയ സെലിബ്രിറ്റികൾ, സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളോ മറ്റ് സ്പോർട്സ് താരങ്ങളോ ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതൊക്കെയായിട്ട് പരസ്യങ്ങളിലൂടെ കാണുമ്പോൾ അത് വാങ്ങിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അല്ലേ നമ്മളിൽ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ പല സാധനങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപാട് സാധനങ്ങൾ നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ട്, ഉദാഹരണത്തിന് ചില സോഫ്റ്റ് ഡ്രിങ്ക്സുകളുണ്ടല്ലേ,
നമുക്ക് ശരീരത്തിന് വലിയ ഗുണമുള്ള സാധനമൊന്നും ആയിരിക്കില്ല. പക്ഷേ അത് വന്ന് വലിയ ഒരു സെലിബ്രിറ്റി ആരെങ്കിലും ക്രിക്കറ്റ് താരമോ സിനിമാ താരമോ ഒക്കെ കുടിക്കുന്നതായിട്ട് കാണുമ്പോൾ നമ്മൾ അത് വാങ്ങി കുടിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകുന്നു. ഇതുപോലെ ഇപ്പോഴുള്ള നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് രീതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ 2-3 അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലുക. പക്ഷേ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു ലോകമാണ് സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മളെ കറങ്ങാൻ പ്രേരിപ്പിക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് അത്ര ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപക്ഷെ വാങ്ങിയേക്കാം. നമ്മൾ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തൊക്കെ ആണ് പലപ്പോഴും നമ്മൾ അവർ ഈ ചോക്ലേറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തിനാ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവും, മുതിർന്നവരുടെ കൂടെ കുട്ടികളുണ്ടാവും. കുട്ടികൾ അവിടെ ചെന്ന് നമ്മൾ പണം കൊടുക്കുന്ന സമയത്തായിരിക്കും അവരുടെ ശ്രദ്ധ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ മേലെ പോവുക. അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. ഇതുപോലെ തന്നെയാണ് വീടുണ്ടാക്കുന്ന കാര്യത്തിലും അല്ലേ. നമുക്ക് സാധാരണ രീതിയിൽ ചെറിയൊരു വീട്, സൗകര്യത്തിനുള്ളൊരു വീട് എന്നതിൽ കവിഞ്ഞ് വലിയ വീടുണ്ടാക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കുഞ്ഞുണ്ണി മാഷ് മലയാളി എന്ന പേരിൽ ഒരു കവിത തന്നെ വളരെ ചെറിയ, നമുക്കറിയാലോ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കുഞ്ഞു കവിതകളാണ്. ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: 3 പേർ കുറങ്ങാൻ മൂക്കോളം കടം വാങ്ങി, 4 ആള് കാണുവാൻ പണിയും അവനൊരു മണിമാളിക, പിന്നീടാ കടമൊന്നു വീട്ടുവാൻ നെട്ടോട്ടമോടിടും, മരണം വന്ന് മൂക്കിൽ പഞ്ഞികേറ്റും വരെ. മലയാളിയുടെ വലിയ വീടുകൾ ഉണ്ടാക്കാനുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രീതിയെ പരാമർശിച്ചുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ കവിതയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു പല കാര്യങ്ങളും. നമ്മൾ ഭക്ഷണ രീതിയുടെ കാര്യമായാലും വീട്ടിലുള്ള ആരോഗ്യകരമായ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുറത്തു പോയി ഹോട്ടലുകളിലെയും അത്ര നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡുകളൊക്കെയാണ് കഴിക്കുന്ന ഒരു രീതി നമുക്കുണ്ട് അല്ലേ. അതുപോലെ കടം വാങ്ങിയും ലോൺ എടുത്തും വാഹനങ്ങൾ, കാറും മറ്റു വാഹനങ്ങളൊക്കെ സ്വന്തമാക്കുന്ന രീതി. ഫാഷൻ രംഗങ്ങളിലാണെങ്കിൽ അന്ധമായ അനുകരണത്തിലേക്ക് പോകുന്ന ഒരു രീതി. ഇപ്രകാരം നമ്മുടെ പണം അനാവശ്യമായി ദുർവ്യയം ചെയ്യുന്ന ഈ ഒരു സംസ്കാരത്തെയാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷ് വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആगे देखिए, मलयालम और केरला की अजमत से उनको आगाह करना. മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ച്, അസ്മത്ത് മഹത്വത്തെക്കുറിച്ച് ഉൻകോ ആഗാഹ് കർണ, അവരെ ബോധവാന്മാരാക്കുക. जिन इलाकों की सैर करता हूँ उन इलाकों में पाई जाने वाली अच्छाइयों और बुराइयों से बाखबर करते हुए और देशवासियों से माकूल बातें करते हुए यूं आगे बढ़ूं. जिन इलाकों की सैर करता हूँ, ഏത് പ്രദേശത്തു കൂടിയാണോ യാത്ര ചെയ്യുന്നത്, ഉൻ ഇലാക്കോമേ പായി ജാനെ വാലി, ആ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അച്ഛായിയോം ഔർ ബുരായിയോ സെ, നന്മകളെക്കുറിച്ച് തിന്മകളെക്കുറിച്ച്, ബാഖബർ കർത്തേ ഹുവേ, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ട്, ഔർ ദേശവാസിയോ സെ മാക്കൂൽ ബാത്തെ കർത്തേ ഹുവേ, ദേശവാസികളോട് ഉചിതമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് സംവദിച്ചുകൊണ്ട്, യൂ ആകെ ബഢും, ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം. മേരി യെ ഖ്വാഹിഷ് ബി ഹേ കെ ബിനാ കിസി ദിൽ ആസാരി കെ मौका व महल और लोगों की दिल बस्तगी का ख्याल रखते हुए इस गुफ्तगू को जारी रखूं. मेरी ये ख्वाहिश भी है, എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതുകൂടിയാണ് എൻ്റെ ആഗ്രഹം. കെ ബിനാ കിസി ദിൽ ആസാരി കെ, ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ, ബിനാ കിസി ദിൽ ആസാരി കെ, മൗക്കാവോ മെഹൽ, സന്ദർഭോചിതമായി സമയോചിതമായി, और लोगों की
ദിൽ ബസ്തഗി കാ ഖയാൽ രഖ്തേ ഹുവേ, ആളുകളുടെ മാനസിക നിലയൊക്കെ പരിഗണിച്ചുകൊണ്ട് ദിൽ ബസ്തഗി കാ ഖയാൽ രഖ്തേ ഹുവേ ഇസ് ഗുഫ്തഗു കോ ജാരി രഖും, ഈ സംവാദം തുടർന്നു കൊണ്ടുപോകണം, ഈ സംഭാഷണം തുടർന്നു കൊണ്ടുപോകണം, ആളുകളുമായിട്ട് സംവദിക്കുന്ന ഈ ഒരു രീതി തുടർന്ന് കൊണ്ടുപോകണം. आज हम यहाँ ख़त्म करेंगे, बाकी का हिस्सा हम अगले क्लास में पढ़ेंगे. तो आपके लिए सरगर्मी के तौर पर 2 सवाल है. सवाल नंबर 1, कुंजुनी माश कहते हैं कि गाड़ी से टकराकर मरना शर्म की बात है, सिर्फ मेरे लिए नहीं बल्कि पूरे देश के लिए. हम जानते हैं कि आजकल सड़क के हादसा बढ़ते जा रहे हैं. रोड सेफ्टी वीक के ताल्लुक से अपने स्कूल के तलबा को देने के लिए चंद तजावीज़ पर मुश्तमल एक इत्तलानामा तैयार कीजिए. കുഞ്ഞുണ്ണി മാഷ് കേട്ടെ, കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട് അല്ലേ, ഗാഡി സെ ടക്രാക്കർ മർന ശരം കി ബാത്ത് ഹേ, വണ്ടിയിടിച്ച് മരിക്കുക എന്നുള്ളത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. സിർഫ് മേരെ ലിയെ നഹി ബൽക്കെ പൂരെ ദേശ് കെ ലിയെ, എനിക്ക് മാത്രമല്ല നാടിന് മുഴുവൻ. ഹം ജാൻതെ ഹെ കെ ആജ്കൽ സഡക് കെ ഹാദിസാത്ത് ബഡ്തേ ജാ രഹേ ഹേ, നമുക്കറിയാവുന്ന കാര്യമാണ് ഈയിടെയായിട്ട് റോഡ് അപകടങ്ങൾ അല്ലേ, ആക്സിഡന്റുകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സേഫ്റ്റി വീക്ക് കെ താലൂക്ക് സെ, റോഡ് സേഫ്റ്റി വീക്കുമായി ബന്ധപ്പെട്ട് അപ്പനെ സ്കൂൾ കെ തൊലബാക്കോ ദേനെ കെ ലിയെ, നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് ചന്ദ് തജാവീസ് പർ മുഷ്തമൽ ഏക് ഇത്ലാനാമ പാംലെറ്റ്, ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, തജാവീസ് പർ മുഷ്തമൽ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏക് ഇത്ലാനാമ ഒരു എന്താണ് പാംലെറ്റ് തയ്യാർ കീജിയെ, ഒരു എന്താണ് ഒരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ അല്ലേ, എന്താണ് നിങ്ങൾ എഴുതേണ്ടത്, അതായത് റോഡ് അപകടങ്ങൾ എങ്ങനെ കുറക്കാം എന്നുള്ളതാണ്, റോഡ് ആക്സിഡന്റുകൾ എങ്ങനെ കുറക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇത്ലാനാമ ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. दूसरा सवाल, केरला वाले आजकल सार्फियत कल्चर के आदी हो चुके हैं. कुंजुनी माश के इस कौल पर आप कहां तक मुत्तफिक है, अपने ख्यालात पेश कीजिए. केरला वाले आजकल सार्फियत कल्चर के आदी हो चुके हैं. മലയാളികൾ, കേരളക്കാർ ഇന്ന് ഉപഭോഗ സംസ്കാരത്തിന്റെ, കൺസ്യൂമർ കൾച്ചറിന്റെ ആദി ഹോ ചുക്കേ ഹേ, ഇരകളായിരിക്കുന്നു, അല്ലെങ്കിൽ അവരതിന്റെ അടിമകളായിരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് കെ ഇസ് കൗൾ പർ ആപ് കഹാൻ തക് മുത്തഫിക് ഹേ, കുഞ്ഞുണ്ണി മാഷിന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു. അപ്നെ ഖയാലാത്ത് പേഷ് കീജിയെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. तो अगले क्लास में मिलेंगे, तब तक के लिए शुक्रिया.